ഓഫീസിലെല്ലാം കഴിഞ്ഞ് കൂട്ടുകാരുമൊത്ത് കറങ്ങാൻ പോയി അവസാനം വീട്ടിൽ വന്ന് അല്പം ശീതീകരിച്ച വെള്ളം കുടിച്ച് വിശ്രമിക്കുമ്പോൾ ഫോൺ ഒന്ന് അപ്രതീക്ഷിതമായി റിങ് ചെയ്തു. ആരാണ് ഈ നേരത്ത് എന്നുള്ള ഭാവത്തിൽ ഫോണിലോട്ട് നോക്കിയപ്പോൾ വേറെ ആരുമല്ല, സ്വന്തം ബേബി. മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ആ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. അപ്പുറത്തു നിന്നും അതിനേക്കാൾ സന്തോഷമായ വാക്കുകൾ. ഹലോ. തുറന്ന് രണ്ടുപേരും സന്തോഷത്തിന്റെ ലോകത്തായി. പ്രണയത്തിന്റെ ലോകം, പൂക്കളുടെ ലോകം. ഈ സംഭാഷണം മണിക്കൂറുകളോളം പിന്നിട്ടു. യാദൃച്ഛ്യമായി ക്ലോക്കിലേക്ക് നോക്കിയ കാമുകൻ കണ്ടത് 12 മണി. അതായത് 9 മണിക്ക് തുടങ്ങിയ സംഭാഷണം 12 മണി വരെ നീണ്ടു. 12 മണിയായപ്പോൾ കാമുകൻ പറഞ്ഞു, മോളെ എനിക്ക് നാളെ ഓഫീസുണ്ട്. തൽക്കാലം ഇന്ന് ഞാൻ വെക്കുകയാണ്, നാളെ വിളിക്കാം. ഉടനടി കാമുകീറെ റിപ്ലൈ, ചേട്ടായിക്ക് എന്നോട് തീരെ സ്നേഹമില്ല. ചേട്ടായി ഒരു കാര്യം ചെയ്യൂ, എനിക്കൊരു പാട്ട് പാടിത്തായോ, ഞാൻ ഉറങ്ങട്ടെ. ഉടനടി കാമുകൻ ചിന്തിച്ചു, എന്റെ തൊണ്ടയൊന്നണിഞ്ഞാൽ അപ്പുറത്തെ കാക്ക വരെ എനിക്കോടും. ഞാൻ എങ്ങനെയാണ് അവള് ആ പാട്ട് പാടി ഉറക്കുക? അവസാനം മറ്റു ടോപ്പിക്കുകളിട്ട് ഈ കാമുകിക്ക് പാട്ട് പാടിക്കൊടുക്കുന്ന പണിയിൽ നിന്ന് കാമുകൻ തലയൂരി. പക്ഷേ ആദ്യമുണ്ടായിരുന്ന സന്തോഷമായ വാക്കുകൾ പിന്നീടില്ല. എന്ത് ചോദിച്ചാലും മീശമാരാമല്ലേ ജഗതി കണ്ണിലുറക്കം വരാതിരിക്കാൻ ഈർക്കിൽ വെച്ചിരിക്കുന്ന അവസ്ഥ. അതായി കാമുകന്റേത്. എന്ന് പറയുമ്പോഴും എന്ന് മാത്രമേയുള്ളൂ. സമയം പിന്നെയും മണിക്കൂറുകൾ പിന്നിട്ടു. 3 മണിയായി. പക്ഷെ കാമുകൻ അറിഞ്ഞിട്ടില്ല. പിന്നെ നോക്കിയപ്പോൾ 3 മണി. അപ്പോൾ കാമുകൻ പറഞ്ഞു, മോളെ ചക്കരെ നാളെ വിളിക്കൂ, മണി 3 ആയി. 9 മണിക്ക് കിടന്നുറങ്ങേണ്ട ഞാനാണ്, ഇപ്പൊ 3 മണി. സമയം ലേറ്റ് ആയാൽ ഓഫീസിലെത്താൻ ലേറ്റ് ആകും. ഓഫീസിലെത്തിയാൽ ലേറ്റ് ആയാൽ എന്റെ ഹാജർ പോകും. ചിലപ്പോൾ ഹാഫ് ഡേ, അതായത് അര ദിവസത്തെ സാലറിയും കട്ടാകും. എന്താകുമോ എന്തോ.